ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റെ വാക്ക് ശരിക്കും ശ്രദ്ധിക്കുക. നാടല്ല പ്രധാനം, മനുഷ്യനാണ്. ഇസ്ലാമിൻ്റെ പ്രമേയം തന്നെ മനുഷ്യൻ എന്നാണ്. നിങ്ങൾ ഖുർആനിൽ എവിടെയെല്ലാം നോക്കിക്കോളൂ, ഒരു പ്രത്യേക നാടിന് അവിടെ ഒരു പ്രസക്തി കാണുന്നില്ല, ഒരു പ്രത്യേക നിറത്തിന്, ഭാഷയ്ക്ക് അവിടെ പ്രസക്തി കാണാൻ കഴിയില്ല. മനുഷ്യനാണ് പ്രസക്തി ഉള്ളത്. മനുഷ്യൻ നന്നായാൽ അതാണ് അവന് ഗുണകരമായിട്ടുള്ളത്. ഒരു നാടും മനുഷ്യനെ നന്നാക്കുകയില്ല. നിങ്ങൾ നോക്കൂ, ലോകം കണ്ട ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തിത്വമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി ജനിച്ചത് മക്കയിലാണ്. എന്നാൽ ആ പ്രവാചകനടക്കമുള്ള നല്ല മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുണ്ടായിരുന്ന ആ നാട്ടിലെ ഏറ്റവും മോശക്കാരനായിരുന്നു അബൂജഹൽ. അബൂജഹൽ ജനിച്ചതും അതേ നാട്ടിൽ തന്നെ. ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിരുന്നു അബൂജഹൽ. അയൽവാസിയായിരുന്നു, ഒരേ നാട്ടിൽ, ഒരേ പ്രദേശത്ത്, ഒരേ പരിസരങ്ങളിൽ ജനിച്ചവർ. പക്ഷെ ആ നാട്ടിൽ ജനിച്ചതുകൊണ്ട് അബൂജഹലിന് വല്ല നേട്ടം ഉണ്ടായോ? അവിടെ കഅബാലയമുണ്ട്, പരിശുദ്ധ മസ്ജിദുൽ ഹറമുണ്ട്, പുണ്യമാക്കപ്പെട്ട ഭൂമിയാണ്. ആ പുണ്യമാക്കപ്പെട്ട ഭൂമിയിൽ ജനിച്ചതുകൊണ്ട് അബൂജഹൽ അടക്കമുള്ള അതേപോലെയുള്ള ഒരുപാട് ആളുകൾ അവിടെ ഉണ്ടായി. അവർക്ക് വല്ല സംസ്കാരത്തിൽ വല്ല നന്മയുണ്ടായോ? ഇല്ല. അവിടെ ആളുകൾ ഏതെങ്കിലും ഒരു നാട്ടിൽ ജനിച്ചതുകൊണ്ട് മനുഷ്യൻ നന്നാവണമെന്നില്ല. ഒരു നാടിൻ്റെ മഹിമ കൊണ്ട് ഒരാളും നന്നാവുകയില്ല. ഇപ്പം ഇന്ത്യ രാജ്യത്ത്, ഇന്ത്യയിലെ ജയിലുകളിൽ കഴിയുന്ന വലിയ കൊലപാതകങ്ങൾ നടത്തിയവർ, തീവ്രവാദം, ഭീകരവാദം നടത്തിയവർ, അതേപോലെ തന്നെ വലിയ വലിയ ക്രൂരകൃത്യങ്ങൾ നടത്തിയ ലക്ഷക്കണക്കിന് തടവുകാർ ഇന്ത്യയിൽ ജനിച്ചവർ ഇന്ത്യൻ ജയിലുകളിലില്ലേ? ഇന്ത്യയിൽ ജനിച്ചു എന്നതുകൊണ്ട് അവർ കുറ്റവാളികളല്ലാതായി മാറിയോ? കുറ്റകൃത്യത്തിൽ നിന്ന് അവരെ തടഞ്ഞോ? ഇവിടെ വ്യഭിചാരം, പലിശ, മദ്യപാനം, കൊലപാതകം, തീവ്രവാദം, വഞ്ചന, ചതി, അങ്ങനെ തുടങ്ങി എന്തെല്ലാം തിന്മകൾ, ബലാത്സംഗം, കൊല ചെയ്യൽ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇന്ത്യയിൽ ജനിച്ചതുകൊണ്ട് ഈ തിന്മകളിൽ നിന്ന് മനുഷ്യന് മാറി നിൽക്കാൻ സാധിച്ചോ? സൗദി അറേബ്യയിലെ ജയിലുകളിൽ, അതേപോലെ തന്നെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ എടുത്തോളൂ, ഇനി ക്രൈസ്തവ രാഷ്ട്രങ്ങൾ എടുത്തോളൂ, വലിയ സംസ്കാരമുള്ള യൂറോപ്പ്, അമേരിക്ക, എല്ലാ രാജ്യങ്ങളും എടുത്തോളൂ. ആ എല്ലാ രാജ്യങ്ങളിലും അവിടെയുള്ള ജയിലുകളിൽ ആ നാടുകളിലെ കൊടും കുറ്റവാളികളാണ് ഉള്ളത്. അവരൊക്കെ ആ നാട്ടിൽ ജനിച്ചവരാണ്. ആ നാട്ടിൽ ജനിച്ചതുകൊണ്ട് കുറ്റകൃത്യത്തിൽ നിന്ന് അതവരെ തടഞ്ഞോ? അതവർക്ക് വല്ല സംസ്കാരവും നൽകിയോ? എന്നാൽ അതേ സമയത്ത് നല്ല മനുഷ്യരായി ജീവിക്കുന്ന ആളുകളും ആ രാജ്യത്തുണ്ട്. നമുക്കറിയാം, മഹാത്മാഗാന്ധി, മഹാത്മാ എന്ന് തന്നെ അദ്ദേഹത്തെ പേര് വിളിച്ചത് ഇന്ത്യ രാജ്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചത് കൊണ്ടാണ്. പക്ഷെ അദ്ദേഹത്തെ വെടിയുതിർത്ത് കൊന്നവരും ഇതേ രാജ്യക്കാർ തന്നെയാണ്. അപ്പോൾ ഒരു രാജ്യത്ത് അവിടെ നല്ല മനുഷ്യരുണ്ടാകും, ചീത്ത മനുഷ്യരുണ്ടാകും. ഒരു രാജ്യത്തിൻ്റെ പേരിലും മഹിമ പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നും, മനുഷ്യനാണ് നന്നാവേണ്ടത്. പ്രവാചകൻ പറഞ്ഞത് അല ഇന്ന ഫിൽ ജസദി മുദ്ഗ. ശ്രദ്ധിച്ചു കേൾക്കുക, നമ്മുടെ പ്രവാചകന്റെ വാക്കാണ്, നമ്മളെല്ലാവരും കേൾക്കണം. അല ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വ ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അല വഹിയൽ ഖൽബ്. മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നായാൽ അവൻ നന്നായി, അത് ചീത്തയായാൽ അവൻ്റെ ശരീരം മുഴുവൻ ചീത്തയായി. അറിയുക, അതാണ് ഹൃദയം എന്നാണ്. ഹൃദയമാണ് നന്നാവേണ്ടത്. അങ്ങനെ നല്ല മനുഷ്യരായി തീരുമ്പോൾ ആ നല്ല മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു നാടിനെ നമുക്ക് നല്ല നാട് എന്ന് പറയാം. അതല്ലാത്ത നിലക്ക് ഒരു മണ്ണും ഒരു നാടും ഒരു രാജ്യത്തിൻ്റെ അതിർത്തിയും മനുഷ്യനെ നന്നാക്കുമെന്ന് വിചാരിക്കരുത്. ഇസ്ലാം പഠിപ്പിക്കുന്ന വളരെ വലിയ തത്വമാണത്. നാടൊരാളെയും നന്നാക്കുന്നുമില്ല, നാട് ഒരാളെയും ചീത്തയാക്കുന്നുമില്ല. ഹൃദയമാണ് നന്നാവേണ്ടത്. അത് നന്നാവാൻ ആവശ്യമായ മാർഗദർശനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് വരുമ്പോൾ അത് സ്വീകരിച്ച് ജീവിക്കുന്നവൻ നല്ലവൻ. അതിനെ നിരാകരിച്ചുകൊണ്ട് അതിക്രമങ്ങളും ക്രൂരകൃത്യങ്ങളും അനീതികളും ചെയ്ത് ജീവിക്കുന്നവൻ ചീത്ത ആള്.